ഗം ഗണപതയേ നമഃ. ഓം നമഃ ശിവായ. ഓം നമോ നാരായണായ. ഓം ശക്തി പരാശക്തി അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമഃ ശിവായ. ഹര ഹര മഹാദേവ, ശംഭോ മഹാദേവ. ഇന്ന് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഭാഗം 52 ശിവപുരാണത്തില്. കാലനെ ജയിക്കാനുള്ള 4 യോഗ സാധനകളെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. അതിനു മുമ്പ് കുറച്ച് കാര്യം പറയാം. ഞാൻ ഇന്നലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു നിങ്ങളോട്. അത് ഞാൻ എല്ലാവരെയും അല്ല പറഞ്ഞിട്ടുള്ളത്, ചിലരുടെ തെറ്റിദ്ധാരണകൾ, ചില ഭക്തരുടെ തെറ്റിദ്ധാരണകളെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞിരുന്ന കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും പക്ഷേ കലികാലത്തിൽ നമ്മുടെ കലിസന്ധരണ നാമമാണ് ഹരേ കൃഷ്ണ നാമം എന്ന് പറയുന്നത്. അതെല്ലാവരും ജപിക്കുക. അത് ഭഗവാന്റെ നാമം അത് ഏത് നാമം ആയാലും ആ നാമം ജപിക്കുന്നത് നമുക്ക് വളരെ ഉത്തമമായിരിക്കും. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ കലികാലത്തില് നമുക്ക് രക്ഷ നേടണമെങ്കിൽ ഒരേ ഒരു മന്ത്രം മാത്രമേ ഉള്ളൂ. അത് ഹരേ കൃഷ്ണ മന്ത്രം തന്നെയാണ്. അത് മഹാമന്ത്രമാണ്. അപ്പം മറ്റുള്ള മന്ത്രങ്ങൾ ജപിക്കുന്നതിന്റെ കൂടെ തന്നെ ഹരേ കൃഷ്ണ മന്ത്രവും നിങ്ങൾ ജപിക്കുക എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ കുറെ കാര്യങ്ങളുണ്ട്, അതും മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ എല്ലാവരും പറയുന്നത് നമ്മൾ ഉൾക്കൊള്ളാതിരിക്കുക. നമുക്ക് ശരിയെന്ന് തോന്നുന്നത് നമുക്ക് ദൈവം അല്ലെങ്കിൽ ഭഗവാൻ മനസ്സിൽ നമ്മളോട് തോന്നിപ്പിക്കുന്നത് എന്താണോ ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുക. ഭക്തി എന്ന് പറയുമ്പോൾ അത് പലതരത്തിലുള്ള ഭക്തിയുണ്ട്. ഏകാന്ത ഭക്തിയുണ്ട്, ചുറ്റും ഒരുപാട് പേര് ചേർന്നുള്ള ഭക്തിയുണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ഭക്തിയുണ്ട്. അപ്പൊ അത് ഓരോരുത്തരുടെ ഇഷ്ടാനുസരിച്ചാണ് ഓരോരുത്തർക്കും ഓരോ ഭക്തി അല്ലെങ്കിൽ ഓരോ ഇത് കിട്ടുന്നത്. അപ്പം ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം എന്താണ്, നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഭക്തി ചെയ്യാനാണ് ഇഷ്ടം, ആ രീതിയിലുള്ള ഭക്തി നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അത് ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ അത് ഓരോരുത്തരുടെ അവരവരുടേതായ ഇഷ്ടമാണ്. നമ്മൾ ഏത് രീതിയിലാണ് ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത്, ഏത് രീതിയിലാണ് ഭഗവാനിൽ ഭക്തി ഉണ്ടാക്കേണ്ടതെന്നൊക്കെ തീരുമാനിക്കുന്നത് ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള തീരുമാനങ്ങളായിരിക്കും അല്ലേ. അപ്പൊ നിങ്ങളുടേതായിട്ടുള്ള ഇതിൽ നിങ്ങൾ മുന്നോട്ട് പോവുക. പിന്നെ എനിക്ക് പറയാനുള്ളത് ഭാഗം 52 ഇനി വായിക്കാനുള്ളത്. അപ്പോൾ കാലനെ ജയിക്കാനുള്ള 4 യോഗ സാധനകൾ, കാലനെ ജയിക്കാനുള്ള 4 യോഗ സാധനകളെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. ഇപ്പൊ നമുക്ക് കലികാലത്തിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് വിഷ്ണുമായ ക്ഷേത്രം എന്ന് പറയുന്ന വിഷ്ണുമായ ഭഗവാൻ. അതായത് വിഷ്ണുമായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ, അതായത് വിഷ്ണു ഭഗവാന്റെയും അതുപോലെ ശിവഭഗവാന്റെയും അംശം, ദേവിയുടെയും ശിവന്റെയും പുത്രനാണ് വിഷ്ണുമായ. അപ്പം ആ വിഷ്ണുമായ എന്ന് പറയുന്നത് വിഷ്ണു ഭഗവാന്റെ ആ പവർ വരുന്നുണ്ട്, ഉമാദേവിയുടെ പവർ വരുന്നുണ്ട്, ശിവഭഗവാന്റെ പവർ വരുന്നുണ്ട്. അപ്പൊ ഈ 3 ദേവി ദേവന്മാർ, ഈ 3 പേരുടെയും ശക്തി ഒരുമിച്ച് വരുന്ന ആ ഒരു ഭഗവാനാണ് വിഷ്ണുമായ ഭഗവാൻ എന്ന് പറയുന്നത്. നമ്മുടെ കലികാലത്തിൽ വളരെയധികം നമുക്ക് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ബലം ലഭിക്കുന്നതും നമ്മുടെ കൂടെ ഒരു സന്തത സഹചാരിയെ പോലെ നമ്മുടെ കൂടെ നിൽക്കുന്നതും ആയിട്ടുള്ള, നമ്മളെ പല ആപത്തുകളിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു അത്രയും ശക്തിമത്തായിട്ടുള്ള, അത്രയും ശക്തിയേറിയ ഒരു ഭഗവാനാണ് വിഷ്ണുമായ ഭഗവാൻ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ശിവപുത്രനായിട്ടുള്ള വിഷ്ണു അംശമായിട്ടുള്ള ദേവി അംശമായിട്ടുള്ള ആ വിഷ്ണുമായ ഭഗവാനെയും കൂടെ ഭജിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. നമുക്ക് അറിയാം, നമ്മുടെ കലികാലത്തിൽ നമുക്ക് ഒരു ശക്തി കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഇത് കൊണ്ടോ മാത്രം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പൊ ഈ 3 ശക്തികളും ഒരുമിച്ച് സംയോജിക്കുന്നത്, അതായത് ദേവിയുടെ ശക്തിയുണ്ട്, ശിവഭഗവാന്റെ ശക്തിയുണ്ട്, അതുപോലെ വിഷ്ണു ഭഗവാന്റെ ശക്തിയുണ്ട്. അപ്പൊ ഈ 3 ശക്തികളും കൂടി ഒരുമിച്ച് സംയോഗിക്കുന്ന ഭഗവാനാണ് വിഷ്ണുമായ ഭഗവാൻ എന്ന് പറയുന്നത്.
അപ്പൊ ആ ഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ സാധിക്കാനും നമ്മുടെ ഐശ്വര്യം ഉണ്ടാവാനും നമുക്ക് ശത്രുക്കളിൽ നിന്ന് വിജയം ലഭിക്കുവാനും എല്ലാത്തിനും സാധിക്കുന്നതാണ്. അതുകൊണ്ട് കലികാലത്തിൽ തീർച്ചയായിട്ടും ആ വിഷ്ണുമായ ഭഗവാനെയും കൂടി പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. മറ്റുള്ള എല്ലാ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂടെ വിഷ്ണുമായ ഭഗവാനെയും പ്രാർത്ഥിക്കുക. കാരണം ഈ 3 ശക്തിയും ഒരുമിച്ച് സംഗമിക്കുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ നിങ്ങളോട് പറയാൻ കാരണം. പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഭഗവാൻ നമ്മൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല. ഭഗവാൻ നമ്മളെ ഭൗതികതയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് നമുക്ക് ഭഗവാന്റെ ലോകത്തേക്ക് പോവാനുള്ള ഇതാണ് നമുക്ക് തരുന്നത്. അപ്പോൾ ഓരോ ഇതിലും ഓരോ ഇതാണ് നമുക്ക്, ഓരോ ഭക്തിയിലും ഓരോ കാര്യങ്ങളാണ് നമുക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് അതെല്ലാം മനസ്സിലാക്കുമ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ഒരുപാട് പരീക്ഷിക്കും. നമുക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാവും. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. മറ്റുള്ള ദേവീദേവന്മാരെയോ മറ്റുള്ളവരെയോ പ്രാർത്ഥിക്കുന്നത് പോലെയല്ല. നമുക്ക് ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് അത്രയും പരീക്ഷണങ്ങൾ ഉണ്ടാവും. കാരണം എന്ന് വെച്ചാൽ ഭഗവാന്റെ ഓടക്കുഴല് പൊള്ളയാണ്. അതുപോലെ നമ്മൾ പൊള്ളയാവണം, എങ്കിൽ മാത്രമേ നമുക്ക് ആ കറക്റ്റായിട്ടുള്ള ആ ഭക്തിയിലേക്ക് ആ ഭഗവാനിലേക്ക് എത്താൻ കഴിയും. അതിന് ഇനിയും നമ്മൾ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടിയിരിക്കുന്നു. ഒന്നും ആയിട്ടില്ല. അവിടെ ഒന്ന് എത്താനുള്ള ഒരു യോഗ്യതയും നമുക്ക് ആർക്കും ആയിട്ടില്ല. അതാണ് പരമമായിട്ടുള്ള സത്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് അതിന് കുറച്ചുകൂടി ടൈമുകൾ നമുക്ക് വേണ്ടി വരും. കാരണം നമുക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് ഭൗതിക കാര്യങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ അതും ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ഭക്തി ഭഗവാനോട് പ്രാർത്ഥിക്കാനായിരിക്കും ഇഷ്ടം. ആ രീതിയിൽ ഭഗവാനെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ മറ്റു ദൈവങ്ങളെ ശിവഭഗവാനെയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. അത് നല്ലത് തന്നെയാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയാണല്ലോ. ഇപ്പൊ ഭഗവാനോട് പ്രാർത്ഥിക്കാൻ ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. ഓരോരുത്തരുടെയും മനസ്സിൽ ഓരോ ഇതാണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഇനി നമുക്ക് ഭാഗം 52 കാലനെ ജയിക്കാനുള്ള 4 യോഗ സാധനകളെ കുറിച്ചാണ് ഇനി പറയാനുള്ളത്. കൈലാസ പർവ്വതത്തിൽ ഭഗവാൻ ശ്രീ പരമേശ്വരൻ അതിസ്വരൂപിണി ദേവിയായ ഭഗവതി ദേവിയോടൊത്ത് ഇരിക്കുകയായിരുന്നു. മോക്ഷം ലഭിക്കാതെ വീണ്ടും വീണ്ടും ജന്മം കൈവരിക്കേണ്ടി വരുന്ന മനുഷ്യരുടെ ദയനീയ അവസ്ഥയെക്കുറിച്ചായിരുന്നു ദേവി ചിന്തിച്ചത്. സകലരും മരണവക്ത്രത്തിൽ അകപ്പെടേണ്ടി വരുന്നതിന്റെ കാരണം ദേവിയുടെ അകതാരിൽ സംശയം ഉണർത്തി. അതിനാൽ ഭഗവാൻ ശിവനോട് ചോദിച്ചു, പ്രഭോ, അവിടുന്ന് സാക്ഷാൽ പരബ്രഹ്മ സ്വരൂപനായ സത്യജ്യോതിസാണ്. അതിനാൽ അവിടുന്ന് എന്നിൽ പ്രസന്നയാണെങ്കിൽ എന്റെ സംശയങ്ങൾക്ക് ഹൃദ്യമായ ഉത്തരം നൽകാൻ ദയുണ്ടാകണം. യോഗി യോഗാകാശ ജനീതാവായ വായുപദത്തെ എങ്ങനെയാണ് പ്രാപിക്കുന്നതെന്ന് എനിക്കറിയാൻ തിടുക്കമുണ്ട്. കാരണം മനുഷ്യർ നിരന്തരം ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു. പക്ഷേ മോക്ഷത്തിന് അർഹരാവുന്നവർ വളരെ വിരളമാണ്. പാർവതീദേവിയുടെ ചോദ്യം കേട്ട ശ്രീ ശങ്കരന്റെ അകതാരിൽ അവാച്യമായ ആനന്ദം നിറഞ്ഞു. സായം സന്ധ്യയിലെ മന്ദമാരുതൻ ദേവിയെയും ഭഗവാനെയും ഭയഭക്തി ബഹുമാനങ്ങളോടെ തഴുകി. ഭഗവാൻ മെല്ലെ സുസ്മേരവദനായിക്കൊണ്ട് പറഞ്ഞു, ഹേ സുന്ദരി, ഒരു യോഗി എങ്ങനെയാണ് വായുവിന്റെ രൂപം ധരിക്കുന്നത് എന്നത് അറിഞ്ഞിരിക്കേണ്ട സംഗതി തന്നെ. യോഗശക്തിയാലാണ് അത് സാധ്യമാകുന്നത്. യോഗം അറിയുന്ന പുരുഷൻ സുഖമായ ആസനത്തിൽ ഇരുന്ന് പ്രാണായാമം വഴി യോഗാഭ്യാസം ചെയ്യണം. രാത്രിയിൽ സകലരും ഉറങ്ങിയതിനു ശേഷം ഇരുട്ടിൽ യോഗധാരണ ചെയ്യണം. ചൂണ്ടുവിരൽ കൊണ്ട് 2 ചെവികളും അടച്ച് 2 മണിക്കൂർ ഇരിക്കുക. ആ അവസ്ഥയിൽ അഗ്നിപ്രേരിതമായ ശബ്ദം കേൾക്കാൻ സാധകന് കഴിയുന്നു. ഇതുമൂലം സന്ധ്യയ്ക്ക് കഴിച്ച ആഹാരം നിമിഷങ്ങൾ കൊണ്ട് ദഹിക്കുന്നു. കൂടാതെ സമസ്ത രോഗങ്ങളും ജ്വരങ്ങളും നശിക്കുകയും ചെയ്യുന്നു. ഇപ്രകാരം നിത്യവും 2 മണിക്കൂർ നേരം വീതം ശബ്ദബ്രഹ്മത്തിന്റെ സാക്ഷാത്കാരം ചെയ്യുന്ന സാധകൻ മരണത്തെയും കാമത്തെയും ജയിക്കുന്നു. അതോടെ അയാൾ സ്വച്ഛന്തം വിഹരിക്കാൻ യോഗ്യനാകുന്നു. സർവജ്ഞനും സമദർശിയുമായി സമ്പൂർണമായ സിദ്ധികളും നേടാൻ ആ സാധകന് കഴിയുന്നു. നഭോമണ്ഡലത്തിൽ കാർമേഘങ്ങൾ ഗർജിക്കുന്നത് പോലെ ആ ശബ്ദം കേട്ട യോഗി ഉടൻ സംസാര ബന്ധനത്തിൽ നിന്നും മുക്തനാകുന്നു. അങ്ങനെയുള്ള യോഗി മരണ ദിവസം അറിഞ്ഞ് യോഗശക്തി കൊണ്ട് പ്രാണായാമ തൽപരനാകണം. ഇങ്ങനെ 15 ദിവസം കൊണ്ട് അയാൾ കാലനെ ജയിക്കുന്നതാണ്.
ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രാണവായു എപ്പോഴും അഗ്നിയെ ഉദ്ദീപമാക്കുന്നതാണ്. ഈ വായു ഉള്ളിലും പുറത്തും സർവത്ര വ്യാപിച്ചിട്ടുള്ളതും മഹത്തായതുമാണ്. ജ്ഞാനം, വിജ്ഞാനം, ഉത്സാഹം തുടങ്ങിയ എല്ലാത്തിന്റെയും പ്രവൃത്തി വായു നിമിത്തം തന്നെയാണ് നടക്കുന്നത്. വായുവിനെ ജയിക്കുന്ന ആൾ ഈ ലോകത്തെ മുഴുവൻ ജയിച്ചിരിക്കുന്നു എന്നതാണ് സത്യം. അപ്പോൾ ഒരാൾക്ക് മുക്തി അല്ലെങ്കിൽ മോക്ഷം ലഭിക്കുന്നതാണ്. പ്രാണായാമത്തിലൂടെയൊക്കെ നമുക്കറിയാം, സഹസ്രാര പത്മത്തിൽ എത്തിച്ചിട്ട് നമുക്ക് അങ്ങനെ മോക്ഷം കിട്ടുന്ന ഇതുണ്ടല്ലേ. അതൊക്കെ എന്ന് പറയുന്നത് വളരെ പാടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ ചില യോഗി വര്യന്മാർക്കും അങ്ങനെ യോഗയൊക്കെ ഒരുപാട് പ്രാക്ടീസ് ചെയ്യുന്നവർക്കും ഒക്കെയാണ് അത് സാധിക്കുകയുള്ളൂ. നമ്മളെപ്പോലെ സാധാരണക്കാരായിട്ടുള്ളവർക്ക് അങ്ങനെയൊരു ഇത് സാധിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അതിനുവേണ്ടി ശ്രമിക്കുക. യോഗ മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് നമുക്ക് സക്സസ് ആവുന്നില്ല, അതിന് നമുക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ കഴിയുന്നത് വരെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ശ്രമിക്കുക. അതിലും കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഭഗവത് നാമങ്ങൾ ജപിക്കുക എന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെയുള്ള കലിസന്ധരണ നാമമായിട്ടുള്ള ഹരേ കൃഷ്ണ നാമോ, ഓം നമ ശിവായ ഒക്കെ അങ്ങനെയുള്ള മന്ത്രങ്ങളൊക്കെ നമുക്ക് ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണ, ഓം നമ ശിവായ, ഇത് ദേവിയുടെ മന്ത്രങ്ങൾ, ഓം ശക്തി, പരാശക്തി, അമ്മേ നാരായണ, ഏതും മന്ത്രങ്ങൾ നമ്മൾ ജപിക്കാന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ജപിച്ചുകൊണ്ട് നമുക്ക് അങ്ങനെ ആ മോക്ഷപദത്തിൽ അല്ലെങ്കിൽ ആ മുക്തിപദത്തിലേക്ക് എത്താൻ സാധിക്കും. അതുകൊണ്ടാണ് പറയുന്നത് കലികാലത്തില് നാമസങ്കീർത്തനത്തിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. മനസ്സിലായോ? സാധകന് ആഗ്രഹമുണ്ടെങ്കിൽ മൃത്യുവിനെ ജയിക്കുവാനുള്ള ധാരണയിൽ മനസ്സിനെ ഉറപ്പിച്ചു നിർത്തണം. യോഗാപരായണനായ യോഗി വേണ്ടവിധം ധാരണയിലും ധ്യാനത്തിലും തൽപരനായിരിക്കണം. യോഗി സദാ അഖണ്ഡ പ്രാണായാമി ആയിരിക്കുന്നത് യോഗബലം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. പ്രാണായാമ സമയത്ത് ആരെയാണോ ധ്യാനിക്കുന്നത് ആ ആരാധ്യ ദേവന് 1000 കണ്ണും കാലും കൈയും ഉള്ളവനായിരിക്കും. ആ സമയം സകല ഗ്രന്ഥികളിലും ശക്തി ആവരണം ചെയ്യുകയും പദങ്കുലം മുന്നിട്ട് നിൽക്കുകയും ചെയ്യുന്നു. ആരംഭത്തിൽ വ്യാഹൃതിയും അവസാനം ശിരോമന്ത്ര സംഹിതയും ഗായത്രിയും 3 പ്രാവശ്യം ജപിക്കണം. തുടർന്ന് പ്രാണവായുവിനെ നിരോധിച്ചു കൊണ്ടിരിക്കണം. പ്രാണവായുക്കളുടെ ഈ ആയാമത്തിനാണ് പ്രാണായാമം എന്ന് പറയുന്നത്. സൂര്യൻ, ചന്ദ്രൻ തുടങ്ങിയ ഗ്രഹങ്ങൾ പോയിട്ട് തിരിച്ചു വരുന്നുണ്ട്. എന്നാൽ പ്രാണായാമത്തോടെ ധ്യാനപരായണനായ യോഗി പോയിട്ട് ഇന്ന് വരെ തിരിച്ചു വന്നിട്ടില്ല. അതായത് അവർക്ക് മോക്ഷം ലഭിച്ചു എന്നാണ് അറിയേണ്ടത്. അപ്പൊ ഈ പ്രാണായാമത്തിലൂടെ മോക്ഷം ലഭിക്കും എന്നുള്ളത് പരമമായിട്ടുള്ള സത്യമാണ്. അപ്പൊ അങ്ങനെ ഈ പ്രാണായാമത്തിലൂടെ ഇങ്ങനെ നമ്മൾ കണ്ണടച്ചിരുന്നിട്ട് ധ്യാനം ചെയ്ത് ഈ പ്രാണായാമത്തിലൂടെയാണ് ഒരു വ്യക്തിക്ക് മോക്ഷം ലഭിക്കുന്നത്. ആ മോക്ഷം ലഭിച്ച വ്യക്തി പിന്നീട് തിരിച്ച് ഈ ഭൂമണ്ഡലത്തിലേക്ക് തിരിച്ച് വന്നിട്ടില്ല. അപ്പോൾ അത്രയും മഹത്തായിട്ടുള്ള ഒരു കാര്യമാണ് പ്രാണായാമം എന്ന് പറയുന്നത്. അതായത് അവർക്ക് മോക്ഷം ലഭിച്ചു എന്നാണ് അറിയേണ്ടത്. ദേവി 100 വർഷം തപസ് ചെയ്ത ദർഭയുടെ തുമ്പുകൊണ്ട് ഒരു തുള്ളി വെള്ളം കുടിക്കുന്ന ദ്വിജന് ലഭിക്കുന്ന ഫലം ധാരണ അഥവാ പ്രാണായാമം വഴി സാധകന് ലഭിക്കുന്നു. പ്രഭാതത്തിൽ എഴുന്നേറ്റ് സ്നാനകർമ്മത്തിനു ശേഷം 1 പ്രാവശ്യമെങ്കിലും പതിവായി പ്രാണായാമം ചെയ്യുന്ന സാധകൻ തന്റെ സകല പാപങ്ങളും നശിപ്പിക്കുകയും ബ്രഹ്മലോകം പ്രാപിക്കുകയും ചെയ്യും. ആലസ്യമില്ലാതെ ഏകാന്തതയിൽ ഇരുന്ന് സദാ പ്രാണായാമം ചെയ്യുന്നവൻ ജരാമരണങ്ങളെ ജയിച്ച് വായുവിന് തുല്യം സഞ്ചരിക്കുന്നവനായി ആകാശത്തിൽ വിഹരിക്കുന്നു. അയാൾ സിദ്ധന്മാരുടെ സ്വരൂപം, കാന്തി, ബുദ്ധി, പരാക്രമണം, ശൗര്യം എന്നിവ നേടുന്നു. ആ സാധകന് വായുവിന്റെ ഗതി ലഭിക്കുന്നു. കൂടാതെ അസൂയാവഹമായ സൗഖ്യവും പരമാനന്ദവും അയാൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു. ഇത്രയും പ്രസ്താവിച്ച ശേഷം ഭഗവാൻ ശ്രീ പരമേശ്വരൻ അല്പനേരം മൗനം ദീക്ഷിച്ചിരുന്നു. അദ്ദേഹം ലോകജനനിയായ പാർവതീദേവിയുടെ വദന കമല സൗന്ദര്യം അനുഭവിക്കും വിധം ആ മുഖത്തേക്ക് നോക്കിയിരുന്നു. താൻ പറഞ്ഞ കാര്യങ്ങൾ ദേവി ശരിക്കും ഗ്രഹിച്ചുവെന്ന് ഭഗവാന് ബോധ്യമായി. അദ്ദേഹം തന്റെ പ്രഭാഷണം പുനരാരംഭിച്ചു. ദേദേശ്വരി, ഒരു യോഗിക്ക് വായു മുഖേന നേടാൻ കഴിയുന്ന സിദ്ധിവിശേഷങ്ങളെ കുറിച്ച് നാം ദേവിക്ക് പറഞ്ഞു തന്നു. ഇനി വേഗത്തിൽ ഈ ശക്തിവിശേഷങ്ങൾ എങ്ങനെ നേടാനാകുമെന്ന് ഞാൻ പറയാം. മറ്റുള്ളവരുടെ ശബ്ദം എത്തിച്ചേരാത്ത ശാന്തവും ഏകാന്തവുമായ സ്ഥലത്ത് സുഖകരമായ ആസനത്തിൽ ഇരുന്ന് ചന്ദ്രന്റെയും സൂര്യന്റെയും അഥവാ ഇടതു കണ്ണിന്റെയും വലതു കണ്ണിന്റെയും കാന്തി കൊണ്ട് പ്രകാശിക്കുന്ന മധ്യഭാഗത്ത്, അതായത് പുരികങ്ങളുടെ മധ്യത്തിലുള്ള അഗ്നി അവ്യക്ത രൂപത്തിലാണ് പ്രകാശിക്കുന്നത്. ആലസ്യമില്ലാതെ ഒരു യോഗി ഇരുട്ടത്തിരുന്ന് ചിന്തിച്ചാൽ നിശ്ചയമായും അത് കാണാൻ സാധിക്കുന്നതാണ്. കൈവിരൽ കൊണ്ട് 2 കണ്ണുകളെയും അല്പാൽപമായി അമർത്തിക്കൊണ്ടിരിക്കണം.
അങ്ങനെ കൃഷ്ണമണികളെ കാണുന്ന മാത്രയിൽ ഏകാഗ്ര ചിത്തയോടെ അരമുഹൂർത്തം അവയെ ചിന്തിക്കണം. അതിനുശേഷം അണ്ടകടാഹത്തിൽ ഇരുന്ന് ധ്യാനിച്ചാൽ ആ ഈശ്വരീയ ജ്യോതിസിനെ ദർശിക്കാം. ആ ജ്യോതിസ് വെളുപ്പ്, ചുവപ്പ്, മഞ്ഞ, കറുപ്പ് ഇവ കലർന്ന ഇന്ദ്രധനുസ് അഥവാ മഴവില്ലിന് തുല്യം നിറമുള്ളതായിരിക്കും. പുരുകങ്ങളുടെ മധ്യത്തിൽ നെറ്റിയിലുള്ള ബാലസൂര്യന് തുല്യം തേജസ്സുള്ള ആ അഗ്നിദേവനെ സാക്ഷാത്കരിക്കുന്ന യോഗി ഇഷ്ടാനുസരണം രൂപം ധരിക്കാൻ യോഗ്യനായിത്തീരും. അതുപോലെ മനസ്സിൽ ആഗ്രഹിക്കുന്ന രൂപം ധരിച്ച് വിഹരിക്കുവാനും സാധിക്കും. അങ്ങനെയുള്ള ഒരു യോഗിക്ക് കാരണതത്വത്തെ ശാന്തമാക്കി അതിൽ പ്രവേശിക്കാൻ കഴിയും. അന്യന്റെ ശരീരത്തിൽ പ്രവേശിക്കുക തുടങ്ങിയ ഗുണവിശേഷങ്ങൾ നേടുക, മനസ്സുകൊണ്ട് തന്നെ സകലതും കാണുക, ദൂരെയുള്ള ശബ്ദങ്ങൾ കേൾക്കാൻ കഴിയുക, പല രൂപങ്ങൾ ധരിക്കുക, നഭോമണ്ഡലത്തിലൂടെ ഇഷ്ടാനുസരണം സഞ്ചരിക്കുക തുടങ്ങിയ സിദ്ധികൾ നിരന്തരമായ അഭ്യാസത്തിന്റെ അതുല്യ പ്രഭാവത്താൽ ലഭിക്കുന്നു. അന്ധകാരത്തിന് അധീനമായി സൂര്യന് തുല്യം തേജസ്വിയായിരിക്കുന്ന ആ ജ്യോതിർമയ പുരുഷനെയാണ് സദാശിവനായി നാം അറിയുന്നത്. ഇതല്ലാതെ മോക്ഷത്തിന് മറ്റു മാർഗവും ഇല്ല. ഇപ്രകാരമാണ് യോഗി പ്രാണനെ ജയിക്കുന്നതും അമരത്വം പ്രാപിക്കുന്നതും. മനുഷ്യന് മരണമുണ്ടാകാത്ത മറ്റൊരു ശ്രേഷ്ഠമായ ഉപായവുമുണ്ട്. അത് ഞാൻ ദേവിക്ക് മനസ്സിലാക്കി തരാം. ശ്രദ്ധയോടെ നാം പറയുന്നത് കേൾക്കണം. ധ്യാനനിരതനായിരിക്കുന്ന യോഗി ശരീരം മെല്ലെ ഉയർത്തി കൈകൂപ്പി പിടിച്ച് വായ പക്ഷിച്ചുണ്ടിന്റെ ആകൃതിയിലാക്കി സാവധാനം വായു പാനം ചെയ്യുമ്പോൾ നിമിഷങ്ങൾക്കകം അണ്ണാക്കിനുള്ളിൽ നിൽക്കുന്ന ജീവൻ നിലനിർത്തുന്ന ജലബിന്ദു വീഴുവാനും തുടങ്ങും. അങ്ങനെ വീഴുന്ന ജലബിന്ദുക്കളെ വായു കൊണ്ട് മണപ്പിക്കണം. ആ ശീതള ജലം അമൃത സ്വരൂപമാണ്. ദിനം പ്രതി ഈ ജലം കുടിക്കുന്ന യോഗി ഒരിക്കലും മരണത്തിന് അടിമപ്പെടുകയില്ല. അയാൾക്ക് വിശപ്പോ ദാഹമോ അനുഭവപ്പെടുകയില്ല. അയാളുടെ ശരീരം ദിവ്യവും തേജസ്സുറ്റതും മഹത്തരവുമായി തീരുന്നു. അയാൾക്ക് ആനയുടെ ബലവും കുതിരയുടെ വേഗതയും ഉണ്ടാകുന്നു. കൂടാതെ അയാളുടെ ദൃഷ്ടി ഗരുഡന്റേതിന് തുല്യവും പ്രകാശപൂരിതവുമായിരിക്കും. അയാളുടെ തലമുടി കറുത്തതും എണ്ണമയമില്ലാത്തതായി തീരുന്നതുമാണ്. ഗന്ധർവന്മാരുടെയും വിദ്യാധരന്മാരുടെയും ശരീരകാന്തി അയാൾക്ക് ഉണ്ടാകുന്നു. സാധാരണ മനുഷ്യരുടെ ആയുസ്സിനേക്കാൾ 100 വർഷം കൂടുതൽ അയാൾ ജീവിക്കുന്നു. കൂടാതെ ബൃഹസ്പതിക്ക് തുല്യം സൂക്ഷ്മബുദ്ധി ഈ വിഭാഗത്തിൽപ്പെട്ട യോഗിക്ക് ഉണ്ടായിരിക്കും. ഇഷ്ടാനുസരണം പ്രവർത്തിക്കാനുള്ള വിശേഷ ശക്തി അയാളിൽ വന്നു ചേരുന്നു. ഹേ ജഗദംബികയായ പാർവതി, മരണത്തിൽ നിന്ന് വിജയം നേടാൻ മറ്റൊരു വിധി കൂടിയുണ്ട്. ദേവന്മാർ ഒരിക്കലും വെളിപ്പെടുത്താനാകാതെ മറച്ചു വെക്കുന്നതാണത്. ഇതൊക്കെ ദേവിക്കും അറിയാവുന്ന കാര്യമാണെന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. അറിഞ്ഞുകൂടാതെ ദേവിയുടെ ഭാവം നമ്മെയും കൂടി പരീക്ഷിക്കാൻ വേണ്ടിയാണെന്ന് നാം മനസ്സിലാക്കുന്നത്. സമസ്ത ശക്തിയും ദേവിയിൽ അന്തർലീനമായിരിക്കുമ്പോൾ ഇതൊന്നും അറിയാതിരിക്കാൻ സാധ്യമല്ല. എന്തായാലും അതുകൂടി ഞാൻ ചുരുക്കി പറയാം. യോഗി ആയിരിക്കുന്ന വ്യക്തി സ്വന്തം നാവ് വളച്ച് അണ്ണാക്കിൽ മുട്ടിക്കാൻ ശ്രമിക്കണം. മുടങ്ങാതെ നിരന്തരം ഇതിന് പ്രയത്നിച്ചു കൊണ്ടിരുന്നാൽ ക്രമേണ നാവിന് നീളം വർദ്ധിച്ചു വരും. അവസാനം അത് അണ്ണാക്കിലെ കുറുനാവ് വരെ എത്തിച്ചേരും. അതോടെ നാവ് കൊണ്ട് കുറുനാക്കിനെ നക്കാൻ സാധിക്കുന്നു. അപ്പോൾ തണുത്ത അമൃത് ഊറി വരുന്നതാണ്. ആ അമൃത് സദാ പാനം ചെയ്യുന്ന യോഗിയും അമരത്വത്തെ പ്രാപിക്കുന്നതാണ്. ഇത്രയുമാണ് മരണത്തെ ജയിക്കാനുള്ള മാർഗങ്ങൾ. അപ്പൊ ഇതൊക്കെയാണ് മരണത്തെ ജയിക്കാനുള്ള മാർഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ എന്ന് പറയുന്നത് നമുക്ക് സാധാരണ ആയിട്ടുള്ള നമുക്ക് ആർക്കും ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് കഴിയുന്നതല്ല അല്ലേ. ഇതൊക്കെ എന്ന് പറയുന്നത് അത്രയും യോഗിക്ക് പവറുള്ള യോഗിമാർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ ആയിരിക്കും ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ കഴിയുന്നത് അല്ലേ. ഹര ഹര മഹാദേവ ശംഭോ മഹാദേവ. ഓം നമ ശിവായ. ഹര ഹര മഹാദേവ ശംഭോ മഹാദേവ. അപ്പൊ ഇന്നത്തെ ഈ ഒരു ഭാഗം ഇവിടെ തീരുകയാണ്. ഹര ഹര മഹാദേവ. ഇനി നമുക്ക് അടുത്തതെന്ന് പറയുന്ന ഭാഗം 53 യോഗം, സമാധി ഇവയുടെ നിരൂപണം എന്നുള്ള ഭാഗമാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വായിക്കാം. അപ്പം എനിക്ക് നിങ്ങളോട് ഇനി കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് ഒരു ദേവീ ഭക്തയായിരുന്നു. എൻ്റെ വീടിനടുത്ത് തന്നെ ദേവീ ക്ഷേത്രമായിരുന്നു. അതിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ ശ്രീകൃഷ്ണ ക്ഷേത്രമായിരുന്നു. പക്ഷേ ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട്, ശിവക്ഷേത്രം ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ദേവീ ക്ഷേത്രത്തിൽ തന്നെയായിരുന്നു പോയിരുന്നത്. കാരണം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ദേവീ ക്ഷേത്രമായിരുന്നു. അങ്ങനെ വളരെയധികം സന്തോഷത്തോടു കൂടി വളരെയധികം സമാധാനത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത്. പക്ഷെ ഞങ്ങൾക്ക് പൈസ, അതായത് എൻ്റെ വീട്ടുകാർക്കെന്ന് വെച്ചാൽ ചെറിയൊരു വീടാണ്. പിന്നെ എൻ്റെ അമ്മയുടെ കുടുംബം എന്ന് പറയുന്നത് അവിടെ ലക്ഷ്മി ദേവിയാണ് ഇരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ഇതിന് മുന്നേ ഞാൻ അമ്മയുടെ കുടുംബത്തിൽ പോയ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഞാൻ ഇതിൽ ഷെയർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. പിന്നെ അച്ഛൻ്റെ കുടുംബം എന്ന് പറയുന്നത് അവിടെ ഭദ്രാദേവിയാണ് ഇരിക്കുന്നത്. അപ്പം ഈ 2 ദേവിമാരുടെയും പ്രസരിപ്പ്, കാരണം എൻ്റെ കുടുംബദേവിയും ദേവിയാണ്, വീടിനടുത്തുള്ള ക്ഷേത്രവും ദേവീ ക്ഷേത്രമാണ്. അതുകൊണ്ട് തന്നെ ദേവിയോട് വളരെയധികം അടുത്തിരിക്കുന്ന ഒരാളാണ് ഞങ്ങളുടെ കുടുംബവും ഞാനും എന്ന് പറയുന്നത്.
പക്ഷേ ഞങ്ങൾക്ക് അവിടെ നമ്മൾ ഉണ്ടായെന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ആ സ്ഥലത്ത് നിന്ന് നമുക്ക് യാതൊരു വിധത്തിലുള്ള സന്തോഷങ്ങൾ ഉണ്ടായില്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് അതിലേറെ ദുഃഖമാണ് ഉണ്ടായിട്ടുള്ളത്. ആ നാട്ടിൽ തന്നെ എനിക്ക് അപ്പോൾ ഞാൻ +2 ഒക്കെ കഴിഞ്ഞിട്ട് GTECിലൊക്കെ ഞാൻ പഠിക്കുന്ന സമയമായിരുന്നു. ആ സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിതുപോലെ ഒരു ബസ്സിൽ സ്ഥിരം യാത്ര ചെയ്തായിരുന്നു കമ്പ്യൂട്ടറിന് പോകുന്നത്. അങ്ങനെ അവിടെ ഇപ്പോൾ ബസ്സിൽ ഒരു ഡ്രൈവർ പയ്യനാണ്, ഇഷ്ടമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇഷ്ടപ്പെട്ടു. വീട്ടിൽ വന്ന് വിവാഹം ആലോചിക്കാൻ പറഞ്ഞു. അങ്ങനെ വിവാഹം ആലോചിച്ച് വിവാഹം കഴിഞ്ഞത് എൻ്റെ 19ാമത്തെ വയസ്സിലായിരുന്നു ആ വിവാഹം നടക്കുന്നത്. പക്ഷെ അയാളെന്ന് പറയുന്ന ഞാൻ ജനിച്ചിരുന്ന സ്ഥലത്ത് തന്നെ കുറച്ച് അടുത്ത് കൂനയിൽ എന്നൊക്കെ പറയുന്ന ആ ഒരു സ്ഥലത്തുള്ള ഒരാളായിരുന്നു അത്. അപ്പോൾ ഞങ്ങളോട് ഒന്ന് വീട്ടുകാരെല്ലാവരും പറഞ്ഞു സമ്മതിച്ചു. അങ്ങനെ ഞങ്ങൾ മഹാദേവന്റെ ക്ഷേത്രമുണ്ട്, അവിടെ വെച്ച് ഞങ്ങൾ നല്ല സ്വർണം ശ്രീധനമൊക്കെ കൊടുത്ത്, എത്രയാണ് കൊടുത്തതെന്നൊന്നും പറയുന്നില്ല ഇപ്പോൾ, അതൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ തന്നെ വിവാഹം കഴിപ്പിച്ചു വിട്ടു. പക്ഷെ വിവാഹം കഴിച്ചതിന് ശേഷമാണ് അറിയുന്നത് ഇയാൾ കഞ്ചാവൊക്കെ വലിക്കുമായിരുന്നു. ഇയാൾ രാത്രിയായ ഇറങ്ങിപ്പോവും, പിന്നെ പോയിരുന്ന് ബാത്റൂമിൽ പോയിരുന്ന് കഞ്ചാവ് വലിക്കും. അപ്പം അതിൻ്റെ ഇയാളെ കുറിച്ച് പക്ഷെ നമ്മൾ അന്വേഷിച്ച സമയത്ത് ഈ പയ്യൻ നല്ല സ്വഭാവമാണ്, ഇവനങ്ങനെ വേറെ വൃത്തിയുടെ സ്വഭാവങ്ങളൊന്നുമില്ല, നല്ല പയ്യനാണെന്നൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, ഞങ്ങൾ പെട്ടുപോയതാണ് യഥാർത്ഥത്തിൽ. അങ്ങനെ ഒരു ദിവസം ഇവന് സ്വർണത്തിനോട് വളരെയധികം ആർത്തിയായിരുന്നു. അങ്ങനെ എൻ്റെ സ്വർണ്ണം എല്ലാം കുറേ ഊരി വിൽക്കുകയും വിൽക്കുകയൊക്കെ ചെയ്തു. പണയം വെക്കുകയല്ല, വിൽക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. എനിക്ക് ഏകദേശം എനിക്കൊരു 1.5 മാസമൊക്കെ, കാരണം എനിക്കിന്ന് 19 വയസ്സാണ്. അപ്പം ഞാനും എല്ലാ കാര്യങ്ങളും ചെയ്യും നല്ല രീതിയിൽ തന്നെ നിന്നിരുന്നത്, അവരുടെ വീട്ടിലായാലും നല്ല രീതിയിൽ തന്നെ നിന്നിരുന്നത്. അപ്പോൾ എനിക്ക് ആദ്യമേയൊക്കെ ചെല്ലുമ്പോൾ എനിക്ക് കുക്കിംഗ് ഒന്നും അത്ര നല്ലോണം അറിയില്ലായിരുന്നു. പിന്നെ അവർ പറഞ്ഞു തന്നു, അവരുടെ അമ്മ പറഞ്ഞു തന്നു, ഞാൻ അതൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ പിന്നെ ഇയാൾ എന്നെ ഒരുപാട് ടോർച്ചർ ചെയ്തു. എനിക്ക് ചെറിയ വീടാണുള്ളത്, ഞാൻ ചെറിയ വീട്ടിൽ നിന്ന് വന്ന ആളാണെന്നൊക്കെ പറഞ്ഞ് ആ രീതിയിലൊക്കെ എന്നെ ഒരുപാട് ടോർച്ചർ ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് 1.5 മാസം പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഇയാൾക്ക് ബാക്കി സ്വർണവും കൂടെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ ബാക്കി സ്വർണത്തിന് വേണ്ടിയിട്ട് ഇയാൾ എന്നോട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീ എന്താ കരുതിയ ഞാൻ നിന്നെ ജീവിതകാലം മുഴുവൻ നോക്കുമെന്ന് കരുതിയോ? ഞാൻ എൻ്റെ കാര്യം കാണാനും പണത്തിനും സ്വർണത്തിനും വേണ്ടിയാണ് നിന്നെ വിവാഹം കഴിച്ചത് എന്നുള്ള രീതിയിലൊക്കെ അയാൾ സംസാരിക്കാൻ തുടങ്ങി. അതിനുശേഷം ഈ പ്രഗ്നൻ്റ് ആയിരുന്ന എന്നെ അയാൾ വയറ്റിൽ ചവിട്ടി, എന്ന് വെച്ചാൽ എന്നെ ഇങ്ങനെ കമത്തിയിട്ടിട്ട് എൻ്റെ നടുവിൻ്റെ മുകളിൽ കയറിയിരുന്ന് അയാളുടെ കാലുകൊണ്ട് അയാൾ എത്രമാത്രം എന്നെ ചവിട്ടി, അയാളുടെ സ്വന്തം കുഞ്ഞാണതെന്ന് പോലും ഓർക്കാതെ അയാൾ ചവിട്ടി. ഒരു ഗർഭിണിയായിരുന്ന എന്നെ അയാൾ മാക്സിമം ചവിട്ടി ഇതിനെ അലസിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ പോയത്. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി. പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ വന്നു, എങ്ങനെയൊക്കെയോ പോലീസിനെ വിളിച്ചു, കേസ് കൊടുത്തു. അതിനുശേഷം എൻ്റെ വീട്ടിൽ വന്നു. വീട്ടിൽ അമ്മ വന്ന് എന്നെ നോക്കി. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇത് ബ്ലീഡിങ് ആയിട്ടുണ്ട്, ഇത് രക്ഷിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അത് അബോർട്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ചെയ്തു. അങ്ങനെ അത് പോയി. അപ്പോൾ ഇത്രയും ദ്രോഹം അയാൾ ചെയ്തു എന്നോട്, മനസ്സിലായി. അപ്പോൾ അപ്പം നമ്മുടെ ഹിന്ദുസിലെന്ന് പറഞ്ഞ് മിക്കവരും പലതരത്തിലുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്നത് എൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എനിക്കിതൊന്നും മറച്ചു വെക്കേണ്ടതില്ല, എനിക്കൊന്നും മറച്ചു വെക്കാനും ഇല്ല നിങ്ങളോട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ എൻ്റെ മാത്രം ഒരു അനുഭവമല്ല, പലർക്കും ഇതുപോലുള്ള പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വന്ന കാലത്ത് ഓരോ പെൺകുട്ടികളായാലും വിവാഹം കഴിക്കാൻ വളരെയധികം പേടിക്കുന്നത്, ഭയപ്പെടുന്നത് ഒക്കെ അതുകൊണ്ടായിരിക്കാം. ഇനി വേറെ കുറേ കാര്യങ്ങളുണ്ട് ഇതിൽ, പല പ്രശ്നങ്ങൾ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് പല കാര്യങ്ങളുണ്ട്, പല പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്, പല കാര്യങ്ങളുണ്ട് ഇതിൽ. പക്ഷെ അതൊന്നും ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നില്ല എടുത്ത്, മനസ്സിലായി. അപ്പം അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, എനിക്ക് ഭൂമിയിലേക്ക് ജന്മം വേണ്ട, എനിക്ക് ഭഗവാന്റെ അടുത്ത് പോയാൽ മതി, എനിക്കൊരു ജന്മം ഇവിടെ വേണ്ടെന്ന് പറയുന്ന കാര്യം അതാണ്. പിന്നെ അതിനുശേഷം ഞങ്ങൾ 5 വർഷമാണ്, ഏകദേശം 4.5 വർഷമാണ് ഞങ്ങൾ ആ കേസ് കോടതി വഴി കയറി ഇറങ്ങിയിട്ട് ഞങ്ങൾ അവസാനം ആ കേസ് ഒത്തുതീർപ്പാക്കിയിട്ട് കൊടുത്ത സ്വർണത്തിൻ്റെയും പൈസ ഞങ്ങൾ വാങ്ങിയെടുത്തിട്ട് അയാൾ ഡിവോഴ്സ് ചെയ്തത്. അതിനുശേഷമാണ് എന്നെ രണ്ടാമതാണ് ഇവർ വിവാഹം കഴിക്കുന്നത്, എൻ്റെ ഹസ്ബൻഡ്. അതിലാണ് ഇപ്പം എനിക്ക് മോനുള്ളത്.
രണ്ടാമത്തെ ഹസ്ബൻഡ്. അപ്പം എനിക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പം എൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് ഇതിനെ ചൊല്ലി തന്നെ ഞങ്ങൾ അതിനുശേഷം എൻ്റെ വീട്ടുകാരും ഞാനും ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് അപമാനങ്ങൾ കേൾക്കേണ്ടി വന്നു, അപവാദങ്ങൾ, ഇല്ലായ്മയൊക്കെ പറഞ്ഞു വരുത്തി. അയാളുടെ എന്നെ ആദ്യമേ കല്യാണം കഴിച്ച അവൻ്റെ ദുഷ്ടൻ്റെ വീട്ടുകാർ കുറേ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പരത്തി നാട്ടിൽ മൊത്തം പറഞ്ഞു വരുത്തി നടന്നു. അങ്ങനെ അപമാനിക്കപ്പെട്ടു, ആൾക്കാർ ഓരോന്ന് പറഞ്ഞ് അപമാനിക്കപ്പെട്ടു. അങ്ങനെ ആ നാട്ടിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത്രയ്ക്ക് ഞങ്ങൾ അനുഭവിച്ചു എന്നുള്ളതാണ്. ഞാൻ ആ 19 വയസ്സ് വരെ ആയാലും മാനമര്യാദയായിട്ട് തന്നെയാണ് ഞാൻ ഇരുന്നിട്ടുള്ളത്. മനസ്സിലായ? അതിനുശേഷം ഈ ഒരു ദുഷ്ടം വന്നു കയറിയാണ് ഞങ്ങളുടെ കുടുംബത്തെ ഇത്രയും നശിപ്പിച്ച് ഇങ്ങനെ ഈ ഒരു ഇതാക്കി മാറ്റിയത്. അതിലൂടെയാണ് എൻ്റെ ജീവിതം നശിച്ചത്. എൻ്റെ അച്ഛന് അടുത്തുള്ള വസ്തു പോലും വാങ്ങാൻ കഴിയാൻ വയ്യാതായി. അച്ഛൻ്റെ വേറൊരു ശത്രുക്കൾ അത് വാങ്ങിക്കളഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ അത് അഡ്വാൻസ് കൊടുത്തതായിരുന്നു ആ വസ്തു വാങ്ങാൻ വേണ്ടി. പക്ഷെ അവര് അഡ്വാൻസ് കൊടുത്തിട്ട് അവരെ എൻ്റെ അച്ഛനെ ചതിച്ചുകൊണ്ട് മറ്റ് 2 കൂട്ടർ അച്ഛൻ്റെ ഒരു ശത്രുക്കൾ ചേർന്ന് അവിടെ വാങ്ങി വീട് വെച്ച് കളഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങളെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ അച്ഛന് അവിടെ വസ്തു വാങ്ങാൻ കഴിഞ്ഞില്ല, വീട് വെക്കാൻ കഴിഞ്ഞില്ല. ഇപ്പം ഞങ്ങൾ താമസിക്കുന്നിടത്തുനിന്ന് ഞങ്ങളെ ഓട്ടിക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി അവർ പല രീതിയിൽ പല ആൾക്കാരെ, അവർക്ക് പല പിടിപാടുകളുണ്ട്, അങ്ങനെ പല രീതിയിൽ അവർ കളിക്കുന്നുണ്ട്. അപ്പം അത്രയും ഞങ്ങൾ ദ്രോഹിച്ചു. അതുകൊണ്ട് ആ നാട്, ആ പരവൂർ എന്ന് പറയുന്ന നാട്ടിൽ, അല്ലെങ്കിൽ എൻ്റെ ആ നാട്ടിൽ എനിക്കോ എൻ്റെ വീട്ടുകാർക്കോ യാതൊരു വിധത്തിലുള്ള പരിഗണനയോ ഞങ്ങൾക്ക് നല്ല ഒരു നന്മയും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. മനസ്സിലായോ? അതുകൊണ്ട് തന്നെയാണ് ഞാൻ കുറേയൊക്കെ ഞാൻ അല്ലാതെയുള്ള ഇതൊക്കെ മാറിയിട്ട് കുറച്ച് സമാധാനത്തിൻ്റെ ശ്രീകൃഷ്ണ ഭക്തിയിലോട്ടൊക്കെ വരാനും അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പം ഈ ഭൂമിയിൽ നമ്മൾ വന്ന് പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല ആരാണ് നല്ലവർ, ആരാണ് കൊള്ളാത്തവർ. നമുക്ക് ഏത് നിമിഷം എന്ത് വേണമെങ്കിലും സംഭവിക്കാം. മനസ്സിലായോ? നമ്മൾ വിചാരിക്കും നമ്മൾ കാണുന്നവരെല്ലാം നല്ലവരാണ്, നമ്മളെപ്പോലെ നല്ല മനസ്സുള്ളവരാണ്, നമ്മളെപ്പോലെ പരിശുദ്ധരാണ്, അല്ലെങ്കിൽ നമ്മളെപ്പോലെ നല്ലവരായിരിക്കും എന്നായിരിക്കും നമ്മൾ കരുതുന്നത്. പക്ഷെ അങ്ങനെയല്ല, നമ്മളെപ്പോലെ ഒരിക്കലും നല്ലവരായിരിക്കില്ല നമ്മൾ കാണുന്നത്. ഞാൻ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, മറ്റുള്ള മതസ്ഥരെന്ന് പറഞ്ഞാൽ അവർ കൊച്ചുനാൾ മുതലേ അവർ പള്ളിയിലൊക്കെ പോകുന്നുണ്ട്. ഇപ്പം മുസ്ലിംസ് ആണെങ്കിൽ വെള്ളിയാഴ്ച തോറും പള്ളിയിൽ പോകും. അവർക്ക് ഓരോ ഉപദേശങ്ങൾ, കുടുംബം എങ്ങനെ നോക്കണം, കുടുംബം എങ്ങനെയായിരിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ കുടുംബ സംഗമങ്ങളൊക്കെ ഈ ക്രിസ്ത്യൻസിന്റെ ഇതിൽ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അവർക്ക് ആ സ്നേഹം എന്തൊന്നും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. മനസ്സിലായോ? പക്ഷെ നമ്മുടെ ഹിന്ദുസിലോട്ട് വരുമ്പോൾ ആർക്കും എങ്ങനെയാ ഭാര്യയോട് പെരുമാറേണ്ട, ഭാര്യ എങ്ങനെയാ സ്നേഹിക്കേണ്ടത്, അല്ലെങ്കിൽ ഭർത്താവിനെ എങ്ങനെയാ സ്നേഹിക്കേണ്ടത്, എങ്ങനെയാ കുടുംബത്തിലെ സ്നേഹവും സമാധാനവും കൊണ്ടുവരേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പറഞ്ഞു കൊടുക്കാനോ പഠിപ്പിച്ചു കൊടുക്കാനോ ആരുമില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഈ ഹിന്ദുസിലുള്ള ഇവര് കല്യാണം കഴിച്ചുകൊണ്ടിട്ട് വിസ്മയുടെയൊക്കെ സംഭവം നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, അതായത് കൊന്നു കളഞ്ഞവൻ. അപ്പൊ അതുപോലെ ചിലരിങ്ങനെ ഭാര്യന് പണം സ്വർണം, ഈ ആർത്തി മനോഭാവം അവർക്ക് ഉണ്ടായിട്ട് പണം സ്വർണം ഇത് മാത്രം എന്നുള്ളത് വന്നിട്ട് സ്ത്രീകളോട് ആ സ്നേഹമില്ലാതെ സ്ത്രീയെ ഉപദ്രവിക്കാനും കൊല്ലാനും വരെ മടിക്കാതിരിക്കുന്നത് അതുകൊണ്ടാണ്. അവരെ ആ വളർത്തിക്കൊണ്ടുവന്ന ചിട്ട അവർക്കത് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല. അവർക്കല്ലെങ്കിൽ ഒരു പള്ളിയിലച്ഛനാണെങ്കിൽ, ക്രിസ്ത്യൻസിനാണെങ്കിൽ പള്ളിയിലച്ഛനുണ്ട്, അവരെല്ലാ കാര്യങ്ങളും അവർക്ക് പറഞ്ഞു കൊടുത്ത ആ ഒരു ചിട്ടയിൽ അവർ വളർന്നു വരുന്നുണ്ട്. അവരെ കുടുംബത്തിൽ ആ നന്മയുണ്ടാവും. പക്ഷെ ഹിന്ദുസിന് ആരും അത് പറഞ്ഞു കൊടുക്കാനില്ല. അതുകൊണ്ടാണ് അവരിങ്ങനെ എന്താ പറയാ, ക്രൂരമായിട്ടുള്ള സ്വഭാവങ്ങൾ കാണിക്കുന്നത്. പണത്തിനും സ്വർണത്തിലും ആർത്തി കാണിച്ചിട്ട് അവരെ എന്തും ചെയ്യാൻ പഠിക്കാത്തത്. മനസ്സിലായോ? അപ്പോൾ സ്വന്തം ഭാര്യയുടെ, എൻ്റെ സ്വന്തം രക്തമാണ് അവളുടെ വയറ്റിൽ കിടക്കുന്നത് നോക്കാതെ അത്രയും ക്രൂരമായിട്ട് ആ വയറ് ചവിട്ടി അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. അത്രയും ക്രൂരമായിട്ടുള്ള ക്രൂവൽറ്റി മൈൻഡ് ഉള്ളവരായിട്ട് മാറുന്നു. അങ്ങനെ ക്രൂവൽറ്റി മൈൻഡായിട്ട് മാറുന്നു. അപ്പം അങ്ങനെയുള്ളവരാണ് ഹിന്ദുസിൽ നമുക്ക് അതുകൊണ്ട് ഹിന്ദുസിൽ നമുക്ക് ആരെയും വിശ്വസിക്കാൻ കഴിയില്ല. ഒരുപാട് നല്ലവരുണ്ട്. ഒരുപാട് അവർ ചിട്ടയായിട്ട് വളർന്നു വരുന്നവരുണ്ട്. ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി ഭാര്യയോട് അത്രയും സ്നേഹമുള്ള പയ്യന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ തന്നെ തിരിച്ചും. പക്ഷെ നമുക്ക് അറിയാൻ കഴിയില്ല എന്നുള്ളതാണ്. നമുക്ക് അവർ തുറന്ന് നോക്കാൻ കഴിയില്ല. ചക്ക ഞാൻ പറഞ്ഞ ആദ്യമേ ഞാൻ വിവാഹം കഴിച്ച അയാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ പറയില്ലേ, ഇങ്ങനത്തെ ഒരു ക്യാരക്ടറുള്ള, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്രൂവൽറ്റി മൈൻഡുള്ള ആളാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ ഇയാൾ അത്രയും ക്രൂവൽറ്റി ഉള്ള മൈൻഡായിരുന്നു. ഇയാൾ പിന്നെ മറ്റുള്ള ആരൊക്കെയോ പറയുന്നത് എന്തൊക്കെയോ കേൾക്കും, അങ്ങനെ എന്താ എനിക്കല്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ആരും പറയുന്ന കേൾക്കുക, അവർ പറയുന്ന കേൾക്കുക, ഇവർ പറയുന്നതൊക്കെ, വീട്ടുകാർ പറയുന്നതൊക്കെ, നാട്ടുകാർ പറയുന്നതൊക്കെ, അല്ലെങ്കിൽ പണത്തിനോട് ആർത്തി കാണിക്കുക ചെയ്യണില്ല. ഇപ്പം അയാള് പൊന്മുട്ട ഇടുന്നൊരു താറാവായിരുന്നു ഞാൻ. മനസ്സിലായ? കാരണം വെച്ചാൽ എൻ്റെ കുടുംബം എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയാണ്, എൻ്റെ അമ്മയുടെ കുടുംബം. പക്ഷെ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇത് കാണും. അതുകൊണ്ടായിരിക്കും എൻ്റെ അമ്മ ഇപ്പം അനുഭവിക്കുന്നത്.
എൻ്റെ അച്ഛനാണ് അതിൻ്റെ ഉത്തരവാദിത്തം, അച്ഛനാണ് വീട് വെച്ച് കൊടുക്കേണ്ടത്. പക്ഷെ അച്ഛനും അതിന് തയ്യാറായില്ല. അച്ഛനും ഈ കിട്ടുന്ന പൈസ എല്ലാം ചെലവാക്കി കളഞ്ഞു, മനസ്സിലായോ? അതുകൊണ്ടാണ് എൻ്റെ വീട്ടുകാർക്ക് ഇപ്പോൾ വീട് വയ്ക്കാൻ പറ്റാതെ. അത് മാത്രമല്ല, അച്ഛനൊന്ന് വസ്തു വാങ്ങി വീട് വയ്ക്കാൻ വന്നപ്പോൾ അച്ഛനെ ചതിച്ചു, മനസ്സിലായോ? അതുകൊണ്ടാണ് എൻ്റെ അച്ഛന് വീട് വയ്ക്കാൻ പറ്റാതെ. പിന്നെ വീട് വയ്ക്കാൻ വെച്ചിരുന്ന പൈസ എടുത്താണ് എന്നെ വിവാഹം കഴിപ്പിച്ചു വിട്ടത്. അപ്പോൾ ഒന്നല്ല 2 വിവാഹമാണ് അവർ കഴിപ്പിച്ചു വിട്ടത്. അപ്പോൾ അത് മനസ്സിലാക്കണം, മനസ്സിലായോ? അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടാണ് അവർ സാക്രിഫൈസ് ചെയ്തത്. അപ്പം അതൊന്നും മറക്കാൻ കഴിയത്തില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് അറിയില്ല. ഞാനപ്പോൾ പലപ്പോഴും ചിന്തിക്കുകയാണ്, ഞാൻ ആണായിട്ട് ജനിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു, എൻ്റെ വീട്ടുകാർക്കോ എനിക്കോ ഒന്നും ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ഞാനൊരു പെണ്ണായതുകൊണ്ടാണല്ലോ എന്നെ അവർക്ക് വിവാഹം കഴിപ്പിച്ച് വിട്ടിട്ട് അവർക്ക് പോലും വീട് വയ്ക്കാൻ പറ്റാതെ എനിക്കും ഇത്രയും ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വന്നത് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കും. ഇപ്പം ഈ 2ാമത് വിവാഹം കഴിച്ച് വിട്ടിട്ടും എനിക്കിവിടെ ഒരു സമാധാനവും എനിക്കുണ്ടായിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് തുറന്നു പറയാണ്. കാരണം പുള്ളിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടമുണ്ട്, വീട് വെച്ചതിൻ്റെ നല്ല രീതിയിലുള്ള ഫിനാൻഷ്യലി കടമുണ്ട്. അപ്പോൾ ആ കടം വരുമ്പോൾ 10-35 ലക്ഷം രൂപയുടെ കടം വരുമ്പോൾ നിങ്ങൾക്കറിയാം, കുറച്ച് കടം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ടെൻഷനാണ്. അപ്പോൾ അവർക്ക് ഇത്രയും കടമുള്ളപ്പോൾ ഇവർക്കും ടെൻഷനാണ്. അപ്പോൾ ഇവർക്കും ദേഷ്യമുണ്ട്, ഓവറായിട്ട് ആംഗ്രി ഉണ്ട്, ഭയങ്കര ദേഷ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യമുണ്ട്. ചില സമയത്ത് ഉപദ്രവിക്കാറുണ്ട്, ചില സമയത്ത് ദേഷ്യപ്പെടാറുണ്ട്. ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്, ഇവിടെ അടുത്ത് തന്നെയുള്ള പോലീസ് സ്റ്റേഷനിലൊക്കെ കേസ് കൊടുത്തിട്ടുണ്ട്. പല പ്രാവശ്യം ഇവിടെ പോലീസുകാർ വന്ന് ഇവരെ ഉപദേശിച്ച് വിട്ടിട്ടുണ്ട്, എന്നിട്ടൊന്നും അവർ നന്നായിട്ടില്ല. പിന്നെ ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ സഹിച്ച് കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അച്ഛനെയും അമ്മേനെ ഓർത്തിട്ട്, എൻ്റെ അനിയനെ ഓർത്തിട്ട്, എൻ്റെ മോനെ ഓർത്തിട്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ക്ഷമിച്ച് പോകണം. അപ്പം ഇത് എൻ്റെ മാത്രം അനുഭവമല്ല, ഒരുപാട് പെൺകുട്ടികളുടെ, ഒരുപാട് പേരുടെ അനുഭവമാണ് ഇതൊക്കെ. പക്ഷെ ആരും ഒന്നും പുറമേ പറയുന്നില്ല, മനസ്സിലായോ? എൻ്റെ ഹസ്ബൻഡിനെ സംബന്ധിച്ചുള്ള, പക്ഷെ എനിക്കിത് പബ്ലിക്കായിട്ട് നിങ്ങളോട് എനിക്ക് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാനിത് എൻ്റെ അനുഭവം ഞാൻ നിങ്ങളോട് പറയാം. എനിക്ക് മറയില്ല, ഞാനൊന്നും ഒളിച്ചു വെക്കുന്നില്ല. കാരണം നിങ്ങൾ അറിഞ്ഞിരിക്കണം, എന്നായാലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം ഇത് തന്നെയാണ് ഓരോ സ്ത്രീകളും അനുഭവിക്കുന്നത്, ഓരോത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഭഗവാനോടായാലും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, എനിക്ക് ഇനി ഈ ഭൂമിയിൽ ജന്മം ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് എന്നെ ഒരു പെണ്ണായിട്ട് ജനിപ്പിക്കരുത്. എനിക്ക് പെണ്ണായിട്ട് ഭൂമിയിലേക്ക് വരണ്ട, എനിക്കൊരു ആണായിട്ട് വന്നാലും മതി. എനിക്ക് ആണായിട്ട് വന്നാൽ ഞാൻ എന്തെങ്കിലും ഒരു ജോലി ചെയ്ത്, ഒരു കൈപ്പണിയെങ്കിലും ചെയ്ത്, എന്തെങ്കിലും ചെയ്ത് ഞാൻ ജീവിച്ചോളാം. പക്ഷെ എനിക്ക് പെണ്ണായിട്ട് എനിക്ക് ഭൂമിയിലേക്ക് വരണ്ട, ഇത് തന്നെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് ഈ ഭൂമിയിലേക്ക് വരണ്ട, എനിക്ക് അവിടെ ഭഗവാൻ എന്തെങ്കിലും ഒരു സ്ഥാനം തന്നാൽ മതി എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്, മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, അവരവരുടെ നല്ല കർമ്മത്തിൻ്റെ ഫലങ്ങൾ അവരവർക്ക് തന്നെ സ്വന്തമാണ്. അത് പിടിച്ചെടുക്കാനോ അത് പിടിച്ചു മേടിക്കാനോ മറ്റാർക്കും അവകാശമില്ല. ഇപ്പം എനിക്ക് എന്തെങ്കിലും നന്മ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നന്മയുടെ ഫലമെല്ലാം എനിക്ക് തന്നെയായിരിക്കും അവകാശമുള്ളത്. നിങ്ങൾ എന്തെങ്കിലും നന്മകൾ, നിങ്ങൾ എന്തെങ്കിലും നല്ല കർമ്മങ്ങൾ, സത്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം സത്കർമ്മങ്ങളുടെ ഫലം നിങ്ങൾക്ക് തന്നെയായിരിക്കും അവകാശം. അവരവരുടെ സൽക്കർമ്മങ്ങളുടെയും നന്മകളുടെയും ഫലം അവരവർക്ക് തന്നെയായിരിക്കും ഉണ്ടാവേണ്ടത്, അവരവർക്ക് തന്നെയാണ് അതിൻ്റെ ഫലം കിട്ടേണ്ടത്. അത് മറ്റൊരാൾക്ക് കൊടുക്കാനോ പിടിച്ചെടുക്കാനൊന്നും ആർക്കും അവകാശമില്ല, മനസ്സിലായോ? അപ്പം അത് മനസ്സിലാക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ എന്തെങ്കിലും പാവങ്ങൾ കഴിഞ്ഞ ജന്മത്തിലോ എല്ലാം ചെയ്തിട്ടുണ്ടോ, അതിൻ്റെ ഫലമായിരിക്കും ചിലപ്പോൾ നമ്മൾ ഈ ജന്മത്തിൽ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് ഭഗവാനോട് മാപ്പ് ചോദിക്കുക എന്നുള്ളതാണ്. ഇനി നമുക്ക് കർമ്മഫലങ്ങൾ അങ്ങനെയൊന്നും വരാതിരുന്നിട്ട് നമ്മളോട് ക്ഷമിക്കണേ ഭഗവാനെ എന്ന് പറഞ്ഞ് നമുക്ക് ഭഗവാനോട് മാപ്പ് ചോദിക്കാം. അപ്പം ഇതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഞാൻ ആ കലുഷിതമായിട്ടുള്ള രൂപങ്ങൾ പിന്നീട് ഞാൻ അതിനുശേഷം പൂജിക്കാൻ മടിക്കുന്ന കാര്യം. ഞാൻ ശ്രീകൃഷ്ണ ഭക്തിയിലോട്ട് കൂടുതലായിട്ടും വരാനുള്ള കാര്യം അത് തന്നെയാണ്. വിഷ്ണു ഭക്തിയിലോട്ടായാലും കൂടുതൽ വരാനുള്ള കാര്യം. കാരണം ഈ ഭൗതികതയായിട്ട് എനിക്ക്, ഭൗതികമായിട്ടുള്ള ആരുമായിട്ട് ഒരു ഇതിനും എനിക്ക് താല്പര്യമില്ല, ആരും എനിക്ക് വിശ്വാസം ഇല്ലാതായി. അതിനുശേഷം ഞാൻ ഒരു ആൺകുട്ടികളെ പോലെ ആരെയും ഞാൻ വിശ്വസിച്ചിട്ടില്ല. ഒരു കാര്യം എന്നോട് ആരും ഒന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിച്ചിട്ടില്ല. അത്രയ്ക്ക് ഞാൻ വെറുത്തുപോയി. കാരണം എൻ്റെ അനുഭവം അങ്ങനത്തെ ആയിരുന്നു, അത്രയ്ക്ക് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇന്നീ കാണുന്ന ഞാനല്ല, ഞാൻ ഇന്നീ കാണുന്ന ഞാൻ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ അത്രമാത്രം ഞാൻ അപവാദങ്ങൾ കിട്ടിയിട്ടുണ്ട്, അത്രമാത്രം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ദുഃഖങ്ങൾ, മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ ഈ ഭക്തിയുടെ പാതയിലോട്ട് വരാനും കാര്യം അതുകൊണ്ടാണ്. ഇപ്പോഴും ഞാൻ ഓരോ തരത്തിൽ ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നായാലും ദ്രോഹങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവരുടെ പെങ്ങൾ തന്നെ പല രീതിയിൽ അടികൂട്ടി പണിയുന്നുണ്ട്, പല ദ്രോഹങ്ങൾ എനിക്ക് ചെയ്യുന്നുണ്ട്. അവർക്കും അവരുടെ ആഗ്രഹം ഇത് തന്നെയാണ്, വീട്, സ്വത്ത്, പണം, ഇതൊക്കെയാണ് എല്ലാവരും. അപ്പം ഈ ഞാൻ പറയട്ടെ, കൂടുതൽ പേര് എല്ലാവരും ആർത്തിയാണ്, അവർക്ക് മറ്റുള്ളവരുടെ പിടിച്ചു വാങ്ങണം, മറ്റുള്ളവരെ ചതിക്കണം, അല്ലെങ്കിൽ ഞാനും അവളും ഒരു സ്ത്രീയാണ്, ആ ഒരു അങ്ങനെ ഒരു ഇതില്ല.
അപ്പം അതുകൊണ്ട് ഞാൻ എപ്പോഴും ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കും. ഇപ്പോഴും ഞാൻ ഭഗവാൻ പരമശിവനോട് പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ ദേവിയോട് പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ നാരായണനോട്, ശ്രീകൃഷ്ണനോടൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, എനിക്ക് ഭൂമിയിൽ ഇനി ജന്മം ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും എന്നെ പെണ്ണായിട്ട് ഭൂമിയിലേക്ക് വിടരുതേ ഭഗവാനെ എന്നുള്ളത് പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. മനസ്സിലായില്ലെങ്കിൽ എനിക്ക് ഭഗവാന്റെ ലോകത്ത് എവിടെയാണോ ഭഗവാൻ വിധിച്ചിരിക്കുന്നത് അവിടെ എവിടെയെങ്കിലും എനിക്കൊരു ഭഗവാന്റെ അടുത്തൊരു സ്ഥാനം എന്തെങ്കിലും തന്നാൽ മതി എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എനിക്ക് മാത്രമല്ല, എൻ്റെ പാവപ്പെട്ട എൻ്റെ വീട്ടുകാർക്കും, നല്ലവരായിട്ടുള്ള എല്ലാവർക്കും, എൻ്റെ മോനും നല്ലവരായിട്ടുള്ള എല്ലാവർക്കും അത് മാത്രമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം ഒരുപാട് നമ്മൾ ഇപ്പം ഇത് എൻ്റെ മാത്രം അനുഭവമല്ല, എല്ലാവരും അനുഭവിക്കുന്നുണ്ട്. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എല്ലാവരും അനുഭവിക്കുന്നുണ്ട് ദുഃഖങ്ങൾ. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്, പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. ചിലർക്ക് ഫിനാൻഷ്യലി പ്രശ്നങ്ങളുണ്ടാവാം, കുടുംബത്തിലെ പ്രശ്നങ്ങളുണ്ടാവാം, അല്ലാതുള്ള പ്രശ്നങ്ങളുണ്ടാവും, ജോലി സ്ഥലത്ത് പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ ഈ ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? ഭൂമിയിൽ നമുക്ക് ഒരിക്കലും എപ്പോഴും സന്തോഷമായിട്ട് നമുക്ക് ഇരിക്കാൻ കഴിയില്ല. ഈ ഭൂമി മാത്രമല്ല നമുക്കുള്ളത്, വേറെ പല ഉപരി ലോകങ്ങളും ഉണ്ട് നമുക്ക്. അപ്പൊ അവിടേക്ക് നമുക്ക് പോവാൻ വേണ്ടിയിട്ട്, അവിടെ എത്തിപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കണം ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. കാരണം നമുക്കറിയില്ല, നമ്മൾ ഈ ഭൂമിയിൽ വന്ന് ജനിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഒരു നിമിഷം സംഭവിക്കുന്നത്, എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതെന്നൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. ആരാണ് നല്ലവർ, ആരാണ് കൊള്ളാത്തവർ, നമ്മൾ സ്നേഹിക്കുന്നവർ നല്ലവരാണോ, നമ്മളോട് സ്നേഹം നടിച്ച് നിൽക്കുന്നവർ നല്ലതാണോ, ഇതൊന്നും നമുക്ക് അറിയാൻ കഴിയില്ല. മനസ്സിലായോ? അപ്പോൾ ഒരുപാട് ചതികൾ എനിക്കായാലും എൻ്റെ വീട്ടുകാർക്കായാലും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്കും ഇതുപോലെയുള്ള ഒരുപാട് ചതികൾ ഉണ്ടായിട്ടുണ്ടാവാം അല്ലേ? അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്, ഈ ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നമുക്ക് ദുഃഖാലയമാണ്. ഭൂമി എന്ന് പറഞ്ഞാൽ ദുഃഖാലയം അതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ആ ഭഗവാനോട്, ആ ശ്രീകൃഷ്ണ പരമാത്മാവിനോടും പ്രാർത്ഥിക്കുക, മഹാദേവനോടും പ്രാർത്ഥിക്കുക, ദേവിയോടും പ്രാർത്ഥിക്കുക. ഞങ്ങൾക്ക് ഇത്രയൊക്കെ അനുഭവിച്ചു ഭഗവാനെ, ഇത്രയൊക്കെ അനുഭവിച്ചു ദേവി. ഈ ലോകത്ത് വെച്ചാൽ കൂടുതലും ദുഷ്ടരായിട്ടുള്ളവരാണ്. അതുകൊണ്ട് നല്ല മനസ്സുള്ളവർക്ക്, ശുദ്ധഗതിക്കാർക്ക്, പാവപ്പെട്ട സാധാരണക്കാർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ജീവിച്ചു പോവാൻ. അതുകൊണ്ട് ദേവി അഭയം തരണേ, അതുകൊണ്ട് ഭഗവാനെ അഭയം തരണേ എന്ന് വേണം നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കാം. മുക്തിക്ക് വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കാൻ. അതിനു വേണ്ടിയിട്ട് ഭഗവത് നാമങ്ങളും ഭഗവതി നാമങ്ങളും എല്ലാ നാമങ്ങളും ഒക്കെ പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോവാം. മനസ്സിലായോ? അതാണ്, അതിനു വേണ്ടിയിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുകയാണ്. ഹര ഹര മഹാദേവ ശംഭോ മഹാദേവ. ഓം നമ ശിവായ. ഓം ശക്തി പരാശക്തി. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനേ വാ പ്രകൃതേ സ്വഭാവ കരോമി യജ്ഞ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഇനി ആരൊക്കെയാ വന്നിട്ടുള്ളതെന്ന് നോക്കാട്ടോ. ജിജോ, ജോയ്, വിനോദ്, ഇസ്മി, ഗണേഷ്, വിനോദ്, ഇത്രയും പേരുമാണെന്ന് വന്നിട്ടുള്ളത്. ഇന്ന് വളരെ കുറച്ച് പേര് മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് അനുഭവിക്കുന്നുണ്ട് ദുഃഖങ്ങൾ. ഒരുപാട് പേർക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ആരും ഒന്നും പബ്ലിക്കായിട്ട് പറയുന്നില്ല, അല്ലെങ്കിൽ ആരും ഒന്നും ആരോടും പറയുന്നില്ല എന്നുള്ളത് മാത്രമല്ല, എല്ലാവരും അവരുടെ മനസ്സിനുള്ളിൽ ഒതുക്കിയാണ് വെച്ചിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ആ ഭഗവാനിലേക്ക് എത്താൻ വേണ്ടിയിട്ടായിരിക്കണം എല്ലാവരും പരിശ്രമിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടായിരിക്കണം ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത്. മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ആ ശാശ്വതമായിട്ടുള്ളൊരിത് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം, ഭഗവാന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം, ഭഗവതിയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം, ഭഗവാനെ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ഏകാന്ത ഭക്തിയോ അല്ലെങ്കിൽ കൂട്ടമായിട്ടുള്ള ഭക്തിയോ എവിടെ പോയി നിങ്ങൾക്ക് ഭക്തി ചെയ്യാം. പക്ഷെ ഭഗവാനോട് ഒരു കാര്യം മാത്രം പ്രാർത്ഥിക്കുക, എന്നെ എപ്പോഴും കൂടെ നിന്ന് കാത്തു രക്ഷിച്ചോണം, എനിക്ക് മാത്രമല്ല നല്ലവരായിട്ടുള്ള എല്ലാവർക്കും നന്മയുണ്ടാവണം എന്നുള്ള ആ ഒരു പ്രാർത്ഥന എപ്പോഴും മനസ്സിലുണ്ടാക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ഭഗവാനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ ഭൂമിയിലെ കഷ്ടപ്പാടുകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും എല്ലാം ഒരു മോചനം തന്നിട്ട് നമുക്ക് ഭഗവാനിലേക്ക് എത്താനുള്ള, വയസ്സായി മരിക്കുന്ന സമയത്ത് ഭഗവാനിലേക്ക് എത്താനുള്ള ഒരു ഇത് തരണേ ഭഗവാനേ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം, എപ്പോഴും പ്രാർത്ഥിക്കാം. ഹര ഹര മഹാദേവ. ഹരേ കൃഷ്ണ.